മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നവരാത്രി ആഘോഷം, ആചാരവും ചടങ്ങുകളും എല്ലാം ചേർത്ത് ഭാരതമെമ്പാടും ആചരിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. ഭാരതത്തിലെ ദേവീ സങ്കല്പം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രകൃതിയിലുള്ള നദികളെയും വനങ്ങളെയും ചൈതന്യത്തെയും ഗ്രഹങ്ങളെയും പ്രകൃതി ദേവി എന്നും പ്രപഞ്ച പുരുഷൻ എന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ആ ദേവീ സങ്കല്പത്തിൽ മനുഷ്യൻ്റെ രൂപം പ്രകൃതിക്ക് നൽകിയിട്ട് മനുഷ്യ സ്ത്രീയുടെ അമ്മയുടെ രൂപം പ്രകൃതിക്ക് നൽകിയിട്ട് പ്രകൃതി മാതാവ് എന്ന് നമ്മൾ സങ്കൽപ്പിച്ച് ഭാരതമാതാവ്, ഗംഗാമാതാവ്, ഗോമാതാവ് എന്നെല്ലാം മാതൃസങ്കല്പം പ്രകൃതിക്കും പ്രകൃതിയുടെ ഘടകങ്ങൾക്കും കൊടുത്ത് നമ്മൾ ആരാധിക്കുന്ന ദിവസങ്ങളാണ് നവരാത്രി. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാർത്യായനീതി ച, സപ്തമം കാളരാത്രി ച, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാത്രി ച, നവദുർഗാ പ്രകീർത്തിത. ദുർഗ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദുർഘടങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം ഇല്ലാതെ നമ്മളെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന പ്രകൃതി ദേവിയുടെ വിവിധ രൂപഭാവങ്ങൾ. എങ്ങനെയാണോ ഒരു സ്ത്രീ അമ്മയായും സഹോദരിയായും മകളായും ഭാര്യയായും ഉദ്യോഗസ്ഥയായും എല്ലാം ഒരേ സ്ത്രീ അറിയപ്പെടുന്നത്, യഥാ നാരി മാതാ ച ഉച്യതേ ദുഹിതാ സ്വസാ ച ഇതി. പല രീതിയിൽ ഒരമ്മ തന്നെ അറിയപ്പെടുന്നുണ്ട്. ആ അമ്മ മക്കൾക്ക് അമ്മയാണ്, ആ അമ്മ അവരുടെ ഭർത്താവിന് ഭാര്യയാണ്, ആ അമ്മ അവരുടെ മാതാപിതാക്കൾക്ക് മകളാണ്, അതേ അമ്മ സഹോദരന്മാർക്ക് സഹോദരിയാണ്. അങ്ങനെ ഒരു സ്ത്രീയെ പല രൂപഭാവത്തിൽ കണ്ട് നമ്മൾ ആരാധിക്കുന്നത് പോലെ മാതൃവത് പരദാരേഷു, സ്ത്രീകളെ അമ്മയ്ക്ക് തുല്യം ആരാധിക്കുന്ന അവസ്ഥ. അതേ അമ്മയെ പറയുന്നുണ്ട്, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത്, സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നത്, അവിടെ ദേവതമാര് രമന്തേ ആനന്ദ നൃത്തം ചെയ്യുന്നു എന്ന് ഒരു രാജാവിൻ്റെ ഭരണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാറുള്ളത്. ശരിക്ക് ഒരു സ്ത്രീയശ്ച അപുരുഷാമാർഗം സർവാഭരണഭൂഷിതാം നിർഭയ പ്രതിപദ്യന്തി തഥാ രക്ഷതി ഭൂമിഭ. രക്ഷതി ഭൂമിഭ. ഒരു രാജാവ് പ്രജകളെ എങ്ങനെയാ രക്ഷിക്കുക എന്നുള്ളതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുക. ഒരു സ്ത്രീ നിർഭയ പ്രതിപദ്യന്തി, ഒരു ഭയവുമില്ലാതെ ഏത് പാതിരാത്രിയിലും ഒരു സ്ത്രീ സർവാഭരണഭൂഷിത, എല്ലാ ആഭരണത്തോടും കൂടി നിർഭയ പ്രതിപദ്യന്തി, നിർഭയമായിട്ട് നടക്കുന്നു എങ്കിൽ അതാണ് ഒരു രാജ്യത്തിൻ്റെ നിയമാവലി നിലനിൽക്കുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയാറുണ്ട്. അപ്പോൾ സ്ത്രീകളെ എല്ലാ രീതിയിലും ആരാധിക്കുന്ന ഭാരതീയ പൈതൃകത്തിൽ ആ സ്ത്രീയെ തന്നെ പ്രകൃതിയായും ആ സ്ത്രീയെ തന്നെ മാതാവായും എല്ലാം ആരാധിക്കുന്നതിൻ്റെ 9 ദിവസങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറഞ്ഞതിനിടയ്ക്ക് കർമ്മദീക്ഷ സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. കർമ്മദീക്ഷ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ
നമ്മുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ ധർമ്മത്തെയും ആചാര്യനായിട്ട് ഗുരുവായിട്ട് സങ്കല്പിക്കുക. എങ്ങനെയാണോ ഏകലവ്യൻ ദ്രോണാചാര്യനെ ഒരു പ്രതിമ വെച്ച് ബിംബം വെച്ച് ആചാര്യനായി സങ്കല്പിച്ച് സ്വയം ഈ ശസ്ത്രവിദ്യ അഭ്യസിച്ചത്, അതേപോലെ നമ്മുടെ രാഷ്ട്രത്തെ, ഭാരതത്തെ, ഭാരതമാതാവിനെ, നമ്മുടെ ധർമ്മത്തെ ഋഷീശ്വരന്മാർ സൃഷ്ടിച്ച ഒരു വ്യക്തി സൃഷ്ടിച്ചതല്ല നമ്മുടെ ധർമ്മം. ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അറിവിൻ്റെ കൂമ്പാരം നമുക്ക് തന്നത് ഇന്ന് ലോക ജനത രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്നു. ആ ആചാര്യ സമൂഹത്തെ, ഋഷിവര്യന്മാരെയും അവര് നമുക്ക് തന്ന ആ ധർമ്മത്തെയും നമ്മുടെ ഭാരതത്തെയും, നിങ്ങളുടെ ഏത് ജാതിയിലോ മതത്തിലോ ഇസത്തിലോ പെട്ടവരാണെങ്കിലും വിരോധമില്ല, ആ രാഷ്ട്രത്തെയും ആരാധിക്കുക, ആ ധർമ്മത്തെയും ആരാധിക്കുക. ആ ധർമ്മത്തെയും രാഷ്ട്രത്തെയും ഗുരുവാക്കി മുമ്പിൽ വെച്ചുകൊണ്ട് കർമ്മദീക്ഷ സ്വീകരിക്കണം എന്ന് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൂടെ പറഞ്ഞിരുന്നു. അസാധാരണമായ റെസ്പോൺസ് ആയിരുന്നു അതിനുണ്ടായത്. ഇമെയിൽ വഴിക്കും ഫോൺ വഴിക്കും യൂട്യൂബിൻ്റെ തന്നെ ചുവട്ടിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വഴിക്കും കണ്ടു. ആ കർമ്മദീക്ഷ സ്വീകരിക്കുന്നവരോടും കോർഡിനേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരോടും ലോകമെമ്പാടുമുള്ള എൻ്റെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, യൂട്യൂബിലെ സന്ദേശങ്ങൾ കേട്ട് പ്രചരിപ്പിക്കുന്നവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ പ്രവർത്തനം ഒരു പ്രത്യേക ദിശയിലേക്ക്, ഈ നവരാത്രി മുതൽക്ക് പ്രത്യേക ദിശയിലേക്ക് ഉയരട്ടെ. ടേണിംഗ് പോയിൻ്റ് അല്ല, എലിവേറ്റിംഗ് പോയിൻ്റായിട്ട് തീരട്ടെ എന്ന് ധാരാളം ക്രിസ്ത്യാനികൾ ഇന്നലെ ഇമെയിലിൽ ജോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞുണ്ടായി. ഇന്നലെ ഞാൻ യൂട്യൂബിൽ മെസ്സേജ് അപ്ലോഡ് ചെയ്തത് അല്പം വൈകിട്ടാണ്. യാത്ര കഴിഞ്ഞ് 7-8 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഇന്നലെ രാവിലെ 3 മണിക്ക് എത്തിയുള്ളൂ. അതുകൊണ്ടാണ് റെക്കോർഡിംഗ് വൈകിയത്. 9-9:30 മണിയായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും. അദ്ദേഹം പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് 7 മണിയേക്കാൾ വൈകിയത്, ഞങ്ങൾ എല്ലാ ദിവസവും കാത്തിരിക്കുക എന്ന് പറയുകയുണ്ടായി. ധാരാളം ക്രിസ്ത്യൻസ്, കുറച്ച് മുസ്ലിംസ് വളരെ കുറച്ചേ ഉള്ളൂ, ധാരാളം ക്രിസ്ത്യൻസ്, ധാരാളം ഹിന്ദുസ്. അവരുടെ പേരിൽ നിന്നാണ് ഞാൻ അവരെ ക്രിസ്ത്യനും ഹിന്ദുവാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി തെറ്റായിട്ടുള്ള പേരിട്ടതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അവരെല്ലാം പറയാറുണ്ട്, അല്ലെങ്കിൽ എഴുതാറുണ്ട്, ഞങ്ങൾ ഈ സന്ദേശം സ്വീകരിക്കുന്നു, ജീവിതത്തിൽ മാറ്റം നന്നായിട്ട് വരുന്നു, ഞങ്ങൾ ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറയാറുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കുന്ന പുസ്തകം ഏതാണോ, അത് ബൈബിളായാലും വിരോധമില്ല, ഖുറാനായാലും വിരോധമില്ല, ഭഗവത്ഗീതയോ രാമായണമോ മഹാഭാരതമോ ഭാഗവതമോ കെമിസ്ട്രിയോ ഫിസിക്സോ മാത്തമാറ്റിക്സോ ഏത് പുസ്തകമായാലും ആ പുസ്തകം ഈ മഹാനവമി ദുർഗാഷ്ടമി ദിവസം വൈകുന്നേരം പൂജയ്ക്ക് വെക്കണം. മഹാനവമി ദിവസം പൂർണ്ണമായിട്ട് പൂജിക്കണം. പൂർണ്ണമായിട്ടെന്ന് ഉദ്ദേശിച്ചത് 5 മിനിറ്റോ 10 മിനിറ്റോ പുഷ്പങ്ങളിട്ട്, വിജയദശമി ദിവസം അതിരാവിലെ അതെടുത്ത് അതിലെ ഏതാനും ഏടുകളെങ്കിലും ഒന്ന് ഓടിച്ചു വായിക്കണം. അപ്പോൾ ഈ 3 ദിവസം, ദുർഗാഷ്ടമിയുടെ അന്ന് വൈകുന്നേരം, മഹാനവമിയുടെ അന്ന്, വിജയദശമിയുടെ അന്ന്, അപ്പോൾ ഏതാണ്ട് ഒരു 36 മണിക്കൂർ, ഈ 365 ദിവസമുള്ളതിൽ 36 മണിക്കൂർ, ഒരു ദിവസത്തിന് 1 മണിക്കൂർ നമ്മുടെ പുസ്തകം പൂജിക്കാൻ എന്ന രീതിയിൽ പൂജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധുക്കളും എല്ലാ സുഹൃത്തുക്കളും പുസ്തകം പൂജിക്കണം. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും വിരോധമില്ല. ഞാൻ അനവസരത്തിൽ ഒരു കാര്യം പറയല്ല, അടിമുടി എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഉദാഹരണം, ആരാധ്യനായ അച്യുതാനന്ദൻ സാറ് മാതാ അമൃതാനന്ദമയുടെ 60ാം ജന്മവാർഷികത്തിന് എത്താൻ പറ്റാത്തതിൽ ദുഃഖം അറിയിച്ചു. പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇത്രയും കാലം അമ്മയെയും സായിബാബയെയും രവിശങ്കറിനെ കാൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞ്
അവഹേളിച്ച വ്യക്തിയിലുണ്ടായ മാറ്റാണത്. പി ഗോവിന്ദപിള്ള പുട്ടപർത്തി സായിബാബയുടെ അടുത്ത് എന്ന് കുറേ നേരം ഇരുന്ന് പറഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസം, യഥാർത്ഥ സോഷ്യലിസം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന പുട്ടപർത്തിയിലാണെന്ന്. ഇപ്പോൾ അസാധാരണ മാറ്റം കമ്മ്യൂണിസ്റ്റുകാരിലുണ്ട്. പള്ളിക്കാരിൽ നോക്കാം, ബൈബിൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, പ്രതിമകളെ ആരാധിക്കരുത്, ബിംബം ആരാധിക്കരുത് എന്നെല്ലാം പറയുന്നതിൽ നിന്ന് മാറി പള്ളികളിൽ മുഴുവനും ബിംബങ്ങളും പ്രതിമകളുമാണ്. ഹിന്ദുക്കളെ പോലെ തന്നെ. മാത്രമല്ല, പള്ളികൾ മുഴുവനും അമ്പലങ്ങളെ പോലെയാണ്. കൽവിളക്ക് വയ്ക്കുക, അത് ഹിന്ദുക്കളുടെയാണ്. തോന്നിയ സ്ഥലത്താണെങ്കിലും ധ്വജസ്തംഭം വയ്ക്കുക, കൊടിമരം വയ്ക്കുക, എല്ലാം ഹിന്ദുക്കളുടെ എടുത്തുകൊണ്ട് വരും. അവർ തന്നെ എഴുത്തിനിരുത്തൽ തുടങ്ങിയിട്ടുണ്ട്. അവർ വിഷുക്കണി വയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. അവർ ഓണപ്പൂക്കളം ഇടുന്ന തുടങ്ങിയിട്ടുണ്ട്. അവർ ശോഭയാത്ര തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഏതൊന്നാണോ മാറാതെ സ്ഥിരമായി നിൽക്കുന്നത് അത് സ്ഥിരമായിട്ട് നിൽക്കണമെന്ന് പ്രകൃതി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുക തന്നെ ചെയ്യും. മറ്റുള്ളതിൽ മാറ്റം ഉണ്ടാവും. കമ്മ്യൂണിസത്തിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ണൂരിലും മറ്റെല്ലാം പോകുമ്പോൾ ആടിമുടി കമ്മ്യൂണിസ്റ്റുകാർ മാറിയിരിക്കാം. അപ്പോൾ അവർ DYFIയുടെ ജാഥയിൽ തന്നെ ആയിരക്കണക്കിന് യുവാക്കൾ ചന്ദനം തൊട്ട് കാണാം, കാവി ഉടുത്ത് കാണാൻ സാധിക്കും. ആലോചിച്ച് നോക്കാം. അപ്പോൾ മാറാത്ത സനാതനധർമ്മം, ഞാൻ മാറാത്തത് എന്ന് ഉദ്ദേശിച്ചത് ശാശ്വത സത്യമായ സനാതനധർമ്മം കറകളഞ്ഞ പുരോഗമനവാദികള്, യുക്തിവാദികള്, നിരീശ്വരവാദികള്, ഇടതുപക്ഷക്കാരെന്ന് പറയുന്നവരെല്ലാം സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം. ഈ ധർമ്മത്തിൽ നിന്ന് ജനങ്ങളെ മതം മാറ്റുന്ന ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്ന ഒരു ദിവസം. കഴിഞ്ഞ കുറച്ച് ദിവസം 7 ദിവസമായിട്ട് ഒക്ടോബർ 1 മുതൽ 7 തീയതി വരെ ഞാൻ യാത്രയായിരുന്നു. കായംകുളത്തെ സെൻറ് മേരീസ് കോളേജിൽ സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ ആദിശങ്കര കോളേജിൽ കാലടിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം എനിക്ക് കാണാൻ സാധിച്ചത് അസാധാരണ ഭക്തിയോടുകൂടി, അസാധാരണം എന്ന വാക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നു, മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ പൈതൃകം കേൾക്കാനും ക്ലാസ് കഴിഞ്ഞ് മുമ്പിൽ വന്ന് തൊഴുതു നിൽക്കാനും കാല് തൊട്ട് വന്നിക്കാൻ വരെയും അവർ തയ്യാറായിട്ടുണ്ട്. അവരുടെ വിവാഹ ചടങ്ങുകളിൽ മാറ്റമുണ്ട്. മുസ്ലിങ്ങൾ അടിമുടി മാറുകയാണ്. കുറേ തീവ്രവാദികൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തുള്ളതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടെന്നേ ഉള്ളൂ. ആ തീവ്രവാദികളും ഈ കള്ളനോട്ടടിക്കാരും കള്ളക്കടത്തുകാരും തിന്മകൾ ചെയ്യുന്നവരും പശുവിനെ പച്ചക്കറുത്ത് വിൽക്കുന്നവരും ഇങ്ങനെയുള്ള ഒരു വിഭാഗം, അതിനകത്ത് തന്നെ വലിയൊരു വിഭാഗം അടിമുടി മാറുകയാണ്. സദാചാര പോലീസ് ഇന്നില്ല. പർദ്ദയിടുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ ധാരാളം വ്യക്തികൾ അമ്പലങ്ങളിൽ പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറയാറുമുണ്ട്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അടിമുടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശാശ്വതമായി നിലനിൽക്കേണ്ട സനാതന ധർമ്മത്തെ അവഹേളിച്ചും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും തിന്മകൾ ചെയ്യുന്നവരെ പ്രതിരോധിക്കാൻ നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെ സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെ ആചരിക്കാൻ നമുക്ക് തുടങ്ങുന്ന ആ തുടക്കത്തിൻ്റെ ആരംഭം, ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ് ആവട്ടെ ഈ നവരാത്രിയിലെ ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ പുസ്തകം പൂജയ്ക്ക് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് പുസ്തകം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബൈബിളായാലും പൂജിക്കുന്നതിൽ ക്രിസ്ത്യാനികൾ ബൈബിൾ പൂജിക്കുന്നത് പുസ്തക പൂജയായിട്ട് നടത്താമല്ലോ. മുസ്ലിങ്ങൾ ഖുറാൻ പൂജിക്കുന്നത് പുസ്തക പൂജയായിട്ട് നടത്താമല്ലോ. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവോ EMSൻ്റെ പുസ്തകമോ ദേശാഭിമാനി പത്രമോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പൂജിക്കാമല്ലോ. അക്ഷരപൂജ എന്നല്ലേ നമ്മൾ പറയുക. നമ്മൾ പുസ്തക പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് പുസ്തകമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഭഗവത്ഗീത പൂജ എന്ന് പറയാറില്ലല്ലോ. വേദപൂജ എന്ന് പറയാറില്ലല്ലോ. ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണെങ്കിലും എല്ലാത്തിലും അറിവുണ്ട്. വേണ്ട അറിവുകളുമുണ്ട്, വേണ്ടാത്ത അറിവുകളുമുണ്ട്. അറിവിനെ പൂജിക്കുക. പ്രജ്ഞാനം ബ്രഹ്മ, വിജ്ഞാനം ബ്രഹ്മ, കർമ്മണി ത്യജ്യതേ പ്രജ്ഞാഹ. അറിവുള്ളവർ കർമ്മത്തിന് അതീതരായിത്തീരുന്നു. അറിവ്
അതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും സരസ്വതി ദേവിയെ പൂജിക്കുക. സരസ്വതി ദേവി എന്ന് പറഞ്ഞ ഒരാളൊന്നും ഈ ലോകത്തിൽ ഇല്ല. അതൊരു സങ്കല്പമാണ്. ശരിക്കും പത്മാസനെ പത്മഊരോ പത്മാക്ഷി പത്മസംഭവേ ത്വമ്മാം വചസി പത്മാക്ഷി എന്ന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്നി പത്മഹസ്തേ പത്മാലയെ പത്മദലായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണു അനോനുകൂലേ ത്വൽപാദപത്മം ഐസന്നിധസ്വ മഹാദേവി ച വിത്മഹി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സരസ്വതിയെയും ലക്ഷ്മിയെയും പാർവതിയെയും എല്ലാം സങ്കല്പ രൂപത്തിലാണ്. സങ്കല്പം ആർബിട്രറിലി ഫിക്സിങ് എന്ന അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ. ആ സരസ്വതി സരസ് മാതിരി, സരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ ഒഴുകുക. അപ്പൊ ഈ വിദ്യ കൈകൊണ്ട് എഴുതുന്നതാണെങ്കിലും നാക്കുകൊണ്ട് പറയുന്നതാണെങ്കിലും അതൊരു ഫ്ലോ ആണ്. ഫ്ലോ ആയിട്ടുള്ളതായതുകൊണ്ടാണ് അതിന് വിദ്യ എന്ന് പറയുന്നത്. അതിന് സരസ്വതി എന്ന ദേവതാ നാമം വെക്കുന്നത്. അപ്പൊ ഈ ദുർഗാഷ്ടമി ദിവസം, മഹാനവമി ദിവസം, വിജയദശമി ദിവസം നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ, ബന്ധുക്കളുടെ വീട്ടിൽ ഏത് മതത്തിലുള്ളവരാണെങ്കിലും ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും ഈ കർമ്മദീക്ഷ സ്വീകരിച്ച നിങ്ങളോട് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ എല്ലാവരുടെയും പുസ്തകം പൂജയ്ക്ക് വെക്കണം. നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അമേരിക്കക്കാരുടെ പുസ്തകം പൂജയ്ക്ക് വെക്കാം. നാസായിലാണ് ജോലിയെങ്കിൽ നാസായിൽ ഒരാളുണ്ട്, ഞാൻ പറയേണ്ടായിട്ടുണ്ട്, നമ്മുടെ രാഹുൽ ദ്രാവിഡിൻ്റെ ജ്യേഷ്ഠൻ നാരായൺ ദ്രാവിഡ്, അദ്ദേഹം അവിടുത്തെ ആയുധങ്ങൾ പൂജിക്കാൻ വെക്കാറുണ്ട്. ഞാൻ അടുത്ത കാലത്ത് IICT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി ഹൈദരാബാദിൽ പോയിരുന്നു. അവിടെ CSIRൻ്റെ ലാബറട്ടറിയാണ്, നല്ല രീതിയിൽ ആയുധ പൂജ നടത്താറുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് CSIRൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയുധ പൂജ നടത്തുന്നത് തോമസ് എന്ന് പറയുന്ന എഞ്ചിനീയറാണ്. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള പൗലോസ് രണ്ടുപേരാണ്. രണ്ടുപേര് ഈ ആയുധ പൂജയുടെ അന്ന് എന്തു ഭംഗിയായിട്ട് അത് നടത്താൻ അറിയാമോ? ഞാനിത് പറയാൻ കാരണം മതത്തിനും ജാതിക്കും അതീതമാണ് നമ്മുടെ ഉപകരണങ്ങൾ, ആയുധങ്ങൾ. അതിനെ നമ്മൾ ആരാധിക്കുന്നു എന്നല്ലേ അർത്ഥമുള്ളൂ. പൂജിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ അമൃതാനന്ദമയി മഠത്തിൽ പോയിരുന്നു, വള്ളിക്കാവിൽ. കുറച്ച് സമയം കിട്ടിയപ്പോൾ അവിടെ കായംകുളത്തൊരു പ്രഭാഷണം, സെൻറ് മേരീസ് സ്കൂളിലെ പ്രഭാഷണത്തിന് മുമ്പ് അവിടെ ചെന്നപ്പോൾ ബൊമ്മക്കൊലുവിന് പൂജ നടത്തുന്നത് ഒരു ബ്രഹ്മചാരിണിയാണ്. ശരിക്ക് പുരുഷന്മാർ പൂജ നടത്തുന്ന മാതിരി ഈ ഷോഡശോപചാര പൂജയാണ് നടത്തുക. എനിക്ക് അത്ഭുതം തോന്നി, ഒരു സ്ത്രീ പൂജ നടത്തുക, എല്ലാവരും ചുറ്റും നിൽക്കുക. വളരെ അത്ഭുതം തോന്നി. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ഈ മംഗലാപുരത്തെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ആഴ്ച മുതൽക്ക് 2 വിധവകളാണ് പൂജാരിണികളായിട്ട് കുദ്രോളിയിലെ അമ്പലത്തിൽ. എനിക്ക് വളരെ അത്ഭുതം തോന്നി. എത്ര ആയിരക്കണക്കിന് പുരുഷന്മാരാ തൊഴുത് പ്രസാദം വാങ്ങിക്കുന്നത്. മഞ്ഞ പട്ടുടുത്ത് 2 പൂജാരിണികൾ, വിധവകളൊക്കെ. ഇപ്പൊ സ്ത്രീകളെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ ഒരാളും അന്ധവിശ്വാസമോ ദുരാചാരമോ എൻ്റെ മുമ്പിൽ വെക്കണില്ല. അങ്ങനെ നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അമേരിക്കക്കാരായാലും ഇന്ത്യക്കാരായാലും നാസയാണെങ്കിലും ആശുപത്രിയാണെങ്കിലും CSIR ലാബറട്ടറി ആണെങ്കിലും ICMR ആണെങ്കിലും പള്ളിയാണെങ്കിലും മൗലവിയുടെ കേന്ദ്രമാണെങ്കിലും ആയുധം പൂജയ്ക്ക് വെക്കണം. ഒരു നേരമെങ്കിലും പൂജയ്ക്ക് വെക്കണം. നമുക്ക് ഉപജീവന മാർഗം തരുന്ന നമ്മുടെ വാഹനം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതോ ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള ഏത് വാഹനങ്ങളും പൂജയ്ക്ക് വെക്കണം. അതുപോലെ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കണം. നല്ല രീതിയിൽ പൂജ കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് രാവിലെ പൊടിമണലിൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് എഴുതണം. അരിയിൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് എഴുതണം. വർഷത്തിലൊരിക്കൽ ഒരു 5-10 മിനിറ്റല്ലേ ഉള്ളൂ. അത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു അടുക്കും ചിട്ടയുമുള്ള ജീവിതമായി തീരാൻ കുറേ ആചാരങ്ങൾ ഭാരതത്തിലുണ്ട്. എല്ലാം ദൈവഭയം കൊണ്ട് ചെയ്യുന്നതല്ല, ഈശ്വരനെ ഭയപ്പെട്ട് ചെയ്യുന്നതല്ല. ദൈവഭയം എന്ന വാക്ക് എപ്പോഴും തെറ്റാ. കാരണം ഈ പോലീസുകാരെ ആർക്കാ ഭയമുള്ളത്? നിയമത്തെ തെറ്റിക്കുന്നവർക്കാണ് നിയമം തെറ്റിക്കുമ്പോൾ ഭയമുള്ളത്. പോലീസുകാരെ ശിക്ഷിക്കുമെന്ന് ഭയമുള്ളത്. കോടതിയെ ഭയപ്പെടുന്നത് ക്രിമിനൽസാണ്. കാരണം തെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ ഭയം വരിക. അതുകൊണ്ട് ദൈവത്തിനെ ഭയപ്പെടുന്നത് തെറ്റ് ചെയ്യുന്നവരാണ്. പാപികൾ എന്ന് സ്വയം വിളിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പാപികളും ശിക്ഷയ്ക്ക് ഇതാവുന്നത്.
എങ്ങനെയാണ് നിങ്ങൾ പാവികളാവുന്നത്? ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര, അമരത്വത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവം രാജാവല്ല, ദൈവം പോലീസ് ഇൻസ്പെക്ടർ അല്ല, ദൈവം ജഡ്ജി അല്ല, ദൈവം അഡ്വക്കേറ്റും അല്ല. ദൈവം പ്രപഞ്ച ചൈതന്യത്തെ അതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ചൈതന്യം അതേപോലെ നിൽക്കുകയും പ്രകൃതിയാണ് ശരി തെറ്റുകൾക്ക് ശിക്ഷ കൽപ്പിക്കുന്നത്. അതാണ് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് an equal and opposite reaction in the nature. പ്രകൃതിയിലാതുള്ളത്, ദൈവത്തിലല്ലാതുള്ളത്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് an equal and opposite reaction എന്ന് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് an equal and opposite reaction to be experienced by the actor എന്ന് വാൽമീകി രാമായണം എഴുതിയ രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരും. ഇപ്പൊ പ്രകൃതിയാണ് നമുക്ക് ശിക്ഷ തരുന്നത്. ആ പ്രകൃതിയുടെ ഓരോ കോമ്പോണന്റുകളും ആരാധ്യമാണ്. വായു ആരാധ്യമാണ്, സമുദ്രം, പർവ്വതം, അതുപോലെ അഗ്നി എല്ലാം ആരാധിക്കപ്പെടേണ്ടതാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് അതെല്ലാമാണ്. ആ പ്രകൃതിയെ നമ്മൾ നവരാത്രിയിൽ പൂജിക്കുമ്പോൾ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസം ആയുധ പൂജ, പുസ്തക പൂജ, അക്ഷരപൂജ ലോകമെമ്പാടും നടക്കട്ടെ. നിങ്ങളുടെ വർക്ക്ഷോപ്പുകളിൽ നടക്കട്ടെ, നിങ്ങളുടെ കടകളിലും നടക്കട്ടെ, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ മുറികളിലും അന്ധമായിട്ടല്ല, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ എല്ലായിടത്തും ഭാരതത്തിൻ്റെ പൈതൃകമാണത്. അത് നടക്കണം. അത് നടക്കുമ്പോഴാണ്, അതൊരു മതത്തിൻ്റെ ഒന്നുമല്ല, ഒരു സംസ്കാരത്തിൻ്റെയാണ്. ഇത് ഒരു മതാചാര്യനും പറഞ്ഞതല്ല, ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആയുധ പൂജ എന്ന് പറയുന്നത്, പുസ്തക പൂജ എന്ന് പറയുന്നത്, അക്ഷരപൂജ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള വാഹനം അത് പൂജിക്കുക എന്നുള്ളത്. ഒരു പൂവിട്ടാൽ മതി, ഒരു ചന്ദനം തൊട്ട്. ഒരു ദൈവവും ഒരല്ലാഹുവും അതിനെ എതിർക്കില്ല, ഒരു യഹോവയും അതിനെ എതിർക്കില്ല. എന്താ കാരണം? അതാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായ ഉപകരണങ്ങളായ ആയുധങ്ങൾ, അറിവായിട്ടുള്ള പുസ്തകങ്ങൾ, അറിവായിട്ടുള്ള അക്ഷരങ്ങളെ പൂജിക്കാനും അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അടിമുടി മാറ്റം കാണുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ LIC ഏജന്റുമാർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുക്കേണ്ടായി. അവർ നമ്മുടെ നാടിൻ്റെ പൈതൃകം 2.5 മണിക്കൂർ ചങ്ങനാശ്ശേരിയിൽ എത്ര ഗംഭീരമായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ നമ്മളിതൊക്കെ പറയുകയാണെങ്കിൽ ഗോപാലകൃഷ്ണനെ RSSകാരനായിട്ടും കാവ്യവൽക്കരണത്തിൻ്റെ ഏജൻ്റായിട്ടൊക്കെയാണ് മുദ്രകുത്തുക. നമ്മളിപ്പോൾ തലശ്ശേരിയിലും അതുപോലെ തന്നെ കണ്ണൂരൊക്കെ പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരാണ്, എല്ലാ മതത്തിൽപ്പെട്ടവരും കാവ്യ ഉടുത്ത് നിൽക്കുന്നത്. പണ്ടൊക്കെ കാവ്യ ഉടുത്തു കഴിഞ്ഞാൽ മാതൃഭൂമി, മനോരമ പത്രം ഉൾപ്പെടെ അതിനെ കാവ്യവൽക്കരണവും BJPയും RSSും ആക്കി മുദ്രകുത്തുമായിരുന്നു. ഇപ്പോൾ മലയാറ്റൂർ പള്ളിക്ക് ഉൾപ്പെടെ കാവ്യാണ്. ഇപ്പോൾ ചന്ദനം തൊടുന്നത് പള്ളികളിൽ നിന്ന് മുതൽക്ക് വരെ ഉണ്ട്, എല്ലായിടത്തുണ്ട്. എല്ലാവരും ചന്ദനം തൊടുന്നു. ചന്ദനം തൊട്ടത് കൊണ്ട് വലിയൊരു വിപ്ലവം ഉണ്ടാവുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പണ്ട് എനിക്കൊരു 2 കൊല്ലം മുമ്പ് ഒരു TV ചാനലിൽ, ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, ഒരു ഭയങ്കര ഇടതുപക്ഷക്കാരൻ അയാൾ പറഞ്ഞ വരി ഞാൻ ഇപ്പോഴും ഓർക്കാൻ. ചന്ദനം തൊട്ടവരെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതൊക്കെ ബാബരി മസ്ജിദ് പൊളിച്ചവരെയാണ്. ചന്ദനം വർഗീയതയുടെ പരമലക്ഷണാണെന്ന്. ഇന്ന് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയും അയാളുടെ മക്കൾ ഉൾപ്പെടെ ചന്ദനം തൊട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ താൽക്കാലികമായിട്ടുള്ള വികാരത്തിൻ്റെ പുറത്ത് ശാശ്വതമായ സാംസ്കാരിക മൂല്യങ്ങൾ വലിച്ചെറിഞ്ഞാലും ഓർമ്മിക്കുക, തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല. ശാശ്വതമായിട്ടുള്ളത് താൽക്കാലികമായിട്ടുള്ളതിനെ വൈപ്പ് ഔട്ട് ചെയ്യും. കുത്തി കൊല വിളിച്ചുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ ഇറാഖിനെ ഭരിച്ചത്. ഇപ്പം സദ്ദാം ഹുസൈൻ ഇല്ല. ലോകത്തെ വിറപ്പിച്ചുകൊണ്ടാണ് ഈ ഒസാമ ബിൻ ലാദൻ നിന്നത്. ഇന്ന് ഒസാമ ബിൻ ലാദൻ ഇല്ല. 40 കൊല്ലം കൊണ്ട് കത്തിക്കാളി ലിബിയ ഭരിച്ച് മുടിച്ച ആളാണ് ഗദ്ദാഫി. അയാളെ പച്ചയ്ക്ക് വലിച്ച് കീറി ഇറച്ചിക്കടയിലിട്ടു. പോൾപോട്ട് അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്ന്
ഇന്ന് റഷ്യയിൽ കമ്മ്യൂണിസം ഇല്ല, താൽക്കാലികമായിട്ടുള്ളതിനെ ശാശ്വതമായിട്ടുള്ളത് വലിച്ചെറിഞ്ഞു. ചൈനയിൽ കമ്മ്യൂണിസത്തിന്റെ ABCD ഇല്ല, കേരളത്തില് അത്ര പോലും ഇല്ല. ഇന്ന് മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മതേതരത്വ പാർട്ടി എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിസ്കരിക്കാനുള്ള സ്ഥലം വെച്ചുകൊണ്ടാണ് മുസ്ലിം പാർട്ടി മീറ്റിംഗ് നടത്തിയത്. ഇതിനേക്കാളും വലിയ ഒരു പാർട്ടി ഗതികേടിൽ വരാനുണ്ടോ? ഇത് ഞാൻ പറഞ്ഞത് പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല, മറിച്ച് എല്ലാ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം തീർന്നു എന്നും പറഞ്ഞവര് ഒരിക്കലും ഇസ്ലാം മതം മനുഷ്യനെ മറക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞില്ല. കാരണം അവരുടെ വോട്ട് വേണം. ക്രിസ്ത്യൻ മതം ഇങ്ങനെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞില്ല, അവരുടെയും വോട്ട് വേണം. അത് മാത്രമല്ല, കേറി പാർട്ടി സമ്മേളനത്തിൽ മുസ്ലിങ്ങളെ വരുത്താൻ വേണ്ടി നിസ്കരിക്കാൻ ഇടം കൊടുക്കുന്ന ലെവലിലേക്ക് താഴാൻ വരെ തയ്യാറാവുക. കാരണം അവരുടെ പാർട്ടിയുടെ സിദ്ധാന്തം വർക്ക് ചെയ്യണില്ല. അതും വെച്ചുകൊണ്ട് നടന്നാൽ അടുത്ത ഇലക്ഷന് ചിലപ്പോ കെട്ടിവെച്ച പണം പോലും പോയി എന്ന് വരും. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്, ഒരു പാർട്ടിക്ക് എന്നല്ല, എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് സാംസ്കാരികമായ ഭാരതീയ മൂല്യങ്ങൾ അത് നിലനിർത്താനും പ്രചരിപ്പിക്കാനും സാധിക്കണം. ഒരു മതത്തിനെ പ്രീണിപ്പിക്കലല്ല. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരുമാവട്ടെ, ഒരു സംസ്കാരം ഒരു മതത്തിനും അടിയറ വെക്കേണ്ട കാര്യമില്ല. ഒരു കാവ്യവസ്ത്രവും ഒരു മതത്തിനും അടിയറ വെക്കേണ്ട കാര്യമില്ല. ഒരു ഓങ്കാരവും ഒരു മതത്തിനും അടിയറ വെക്കേണ്ട കാര്യമില്ല. ആലോചിച്ച് നോക്കുക, നമ്മുടെ ദേശത്തിന്റെ പ്രതീകമായിട്ടുള്ള ത്രിവർണ്ണ പതാക അത് തന്നെയല്ലേ കോൺഗ്രസിന്റെയും? പക്ഷെ കോൺഗ്രസ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ആഗസ്റ്റ് 15-നും ജനുവരി 26-ാം നമ്മൾ ത്രിവർണ്ണ പതാക തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് ത്രിവർണ്ണ പതാക അടിയറ വെച്ചോ? അവരും ഉപയോഗിക്കുന്നു, നമ്മൾ ദേശത്തിലെ 123 കോടി ജനതയും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ചന്ദനവും ക്ഷേത്രവും കാവ്യവസ്ത്രവും ഓംകാരവും ശ്രീരാമനും രാമായണവും വേദങ്ങളും ഈ നാടിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം ഒരു വ്യക്തിയുടെ അല്ല, ഒരു സംഘടനയുടെ അല്ല, ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിയുടേതല്ല. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെതാണ്. അത് മറ്റുള്ളവന് കൊടുത്ത് അതിനെ വിമർശിക്കുന്നതിന് പകരം അവനവനും എടുത്ത് ഉൾക്കൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോഴാണ് ശരിക്ക് നമ്മൾ സർവാധിപത്യവും ജനാധിപത്യവും വരുന്നത്. ഓരോന്ന് ആരെങ്കിലും എടുത്താൽ അത് അയാളുടെയാണെന്ന് പറഞ്ഞ് മാറ്റുന്നതിന് പകരം നന്മകൾ എവിടെയുണ്ടെങ്കിലും എടുത്ത് ഈ നാട് നിലനിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. 950 വർഷം വിദേശ മുസ്ലിങ്ങളും വിദേശ ക്രിസ്ത്യാനികളും ചവിട്ടി അരച്ച് കൊന്ന് കുഴിച്ചു മൂടിയിട്ടും ഈ ധർമ്മം മരിച്ചില്ല. അമേരിക്കയിൽ ഇന്ന് ക്രിസ്തു മതം ഇല്ല, ഇംഗ്ലണ്ടിലില്ല, കാനഡയിലില്ല, പള്ളിയിൽ പോകാൻ ഒരാളില്ല. യൂറോപ്പിലെ പള്ളികൾ വിൽക്കുക. കാരണം നിലനിൽക്കേണ്ടാത്തത് വൈപ്പ് ഔട്ട് ചെയ്യും. ഈ നമ്മൾ പറയാറുണ്ട്, ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും സോഷ്യൽ കോൺഷ്യസ്നെസ്സും കോസ്മിക് കോൺഷ്യസ്നെസ്സിനും കോംപ്ലിമെന്ററി ആയിട്ടുള്ളതേ നിലനിൽക്കുള്ളൂ. ഓരോ വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഇത് മൂന്നും കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് നിലനിൽക്കും. അല്ലാത്തതെല്ലാം വൈപ്പ് ഔട്ട് ചെയ്യപ്പെടും. അതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത്. യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലും ക്രിസ്തുമതത്തിന് സംഭവിച്ചത് അതാണ്. വലിയ താമസമൊന്നുമില്ല. ഇത്രയും അധികം റിജിഡായിട്ട് ടെററിസവും നെഗറ്റീവും കൊണ്ട് ഒരു വിഭാഗം മുസ്ലിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്യുന്നതിന് തെളിവാണ് സദ്ദാം ഹുസൈനും ഒസാമ ബിൻ ലാദനും ഓരോ ടെററിസ്റ്റിനെയും സ്വയം മരിച്ചും ചത്തും കൊന്നും നിലനിൽക്കുന്നത്. ഈ പ്രക്രിയ നിലനിൽക്കുന്നത് വൈപ്പിംഗ് ഔട്ട്. ലോകത്തിൽ എവിടെ ടെററിസം ഉണ്ടെങ്കിലും അവരെ മുഴുവൻ അടിച്ച് നശിപ്പിക്കുകയാണ്. മനുഷ്യൻ കൊല്ലാൻ കാരണം മനുഷ്യനെ കൊല്ലാനുള്ള പ്ലാൻ ആവിഷ്കരിക്കുന്ന ആ വ്യക്തികളെ സമൂഹവും ലോകവും വൈപ്പ് ഔട്ട് ചെയ്യുന്നു. നിലനിൽക്കേണ്ടത് നിലനിൽക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നവരാത്രി ആചാരങ്ങളും ആഘോഷങ്ങളും നമ്മുടെ വാഹനവും പുസ്തകവും ഏത് തരത്തിലുള്ള പുസ്തകവും അക്ഷരങ്ങളും പൂജിക്കാനുള്ളതാവട്ടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കേന്ദ്രം മഴുവഞ്ചേരിയിൽ, തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പുസ്തകങ്ങൾ പൂജിക്കുന്നുണ്ടാവും. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് സംഗീതവും ആരാധനയും സമർപ്പിക്കണമെങ്കിൽ 3 ദിവസവും അവിടെ ഫ്രീ ആയിട്ട് സമയം ഉണ്ടാവും. അവിടെ ഭക്ഷണം ലഭ്യമായിരിക്കും.
അതേപോലെ തന്നെ പുതിയ പുതിയ കലകൾ പഠിക്കാനും എല്ലാം ആരംഭിക്കാനുമുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും. ഈ 12, 13, 14 ദിവസങ്ങളിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസങ്ങളിൽ മഴുവഞ്ചേരിയിലെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് രീതിയിലുള്ള വിദ്യയും ആരംഭിക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും മതത്തിലുള്ളവരാണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.